പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്നത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കുള്ള കൊച്ചു കൊച്ചു ആസനങ്ങളാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അത്തരക്കാരെ നമ്മൾ കൂടുതൽ ഈ വ്യായാമത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാലല്ലേ ഇതൊന്നും മടി പിടിച്ചിരിക്കുന്നവരൊന്നും ചെയ്യണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് വ്യായാമങ്ങൾ. ഓക്കെ, നമുക്ക് ആ വ്യായാമത്തിലേക്ക് പോകാം. ആദ്യം ചെയ്യേണ്ടത്, ഏത് വ്യായാമം തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ശരീരത്തെ ഒന്ന് ചൂടാക്കണം. അതിന് വാമിംഗ് അപ്പ് എക്സസൈസ് എന്നാണ് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. വെറുതെ ഇങ്ങനെ നിൽക്കുക, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തേക്കുക. ഇവിടെ ഞാനിതാ ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിക്കുന്നു, കൈ ഇങ്ങനെ അകത്തുനിന്ന് ശ്വാസം എടുക്കുന്നു. മനസ്സിലായില്ലേ? ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ അടുപ്പിക്കുന്നു. ഈ ശ്വാസം എടുക്കലും വിടലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കണ്ടോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സന്ധികൾ, ഈ തോള് നന്നായിട്ട് ചലിക്കുകയാണ്. അതോടൊപ്പം ലങ്സൊക്കെ നന്നായിട്ട് വികസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഓക്സിജൻ അല്ലെങ്കിൽ കൂടുതൽ പ്രാണവായു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ പ്രാണവായു എത്തിയാൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കോളും. ഓക്കെ, അപ്പോൾ ചെയ്യാം. ഒരു 20 എണ്ണം ചെയ്യാം, എണ്ണിക്കൊണ്ട് ചെയ്തോളൂ. കറക്റ്റ്, ആ ഒരു റൊട്ടീനായിട്ട് ചെയ്യാം. ശരി, റെഡി, ചെയ്യാം, തുടങ്ങാം. കമോൺ, 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 ആൻഡ് 1. അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ ചലിപ്പിച്ചു. അടുത്തത് 20 എണ്ണം ചെയ്യുന്നത്, കൈകളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. അപ്പോൾ ഓരോ സന്ധികളെയും നമ്മൾ പല രീതിയിൽ ചലിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചെയ്യാം. റെഡി, 20 എണ്ണം ചെയ്യാം. കമോൺ, 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 ആൻഡ് 1. ഓക്കെ, നമ്മുടെ ഇപ്പോൾ 2 നമ്മൾ വാമിംഗ് അപ്പ് ചെയ്തു, ആ ശരീരത്തെ ചൂടാക്കുന്നതിനുള്ള ചെയ്തു. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം നമുക്ക്. വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് നടക്കുക. കണ്ടോ? ഇങ്ങനെ സിമ്പിൾ വാക്കിംഗ് നടക്കുക ഇങ്ങനെ. അപ്പോഴും നമ്മുടെ ശരീരം ഒന്ന് ചൂടാകും. ചെയ്യാം. കമോൺ, 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 ആൻഡ് 1. 20 എണ്ണം ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ശരീരം ഒന്ന് ചൂടായി. ഇനിയും ചൂടായിട്ടില്ലെങ്കിൽ കൂടുതൽ വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഡയബറ്റിക് ആയിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കോശങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് 90% ആൾക്കാരിൽ സംഭവിക്കുന്ന പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് കോശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോശങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലാണ്ടോ? നമ്മൾ കുട്ടികളെ പഠിക്കാതിരിക്കുമ്പോൾ അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറില്ലേ? നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എന്നാലും ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ജോലികൾ കിട്ടൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നില്ലേ? അതേപോലെ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളെ നമ്മളൊന്ന് ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും. ആ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആ ഇൻസുലിൻ്റെ ആഗിരണമൊക്കെ നന്നായിട്ട് നടക്കും. ആ പ്രമേഹം എന്ന അവസ്ഥ മാറിപ്പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി മാറ്റണം. അതിനാണ് ഇൻസുലിൻ വരുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ ഇല്ലാതെ എന്ത് പറ്റും? ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാതെ ഗ്ലൂക്കോസായിട്ട് തന്നെ, അഥവാ പഞ്ചസാരയായിട്ട് തന്നെ മൂത്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രമേഹം എന്നുള്ള അവസ്ഥ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഊർജ്ജം നമുക്ക് കിട്ടുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ പെട്ടെന്ന് ക്ഷീണം വരുന്നതും പെട്ടെന്ന് മെലിഞ്ഞു പോകുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ആസനങ്ങളിലൂടെ അല്ലെങ്കിൽ യോഗാസനങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു മീഡിയം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഒരു ഹെൽത്തി വെയിറ്റ് എന്ന് പറയും, ആരോഗ്യകരമായ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുള്ള കുറച്ച് ആസനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം കിടന്നുകൊണ്ട് കുറച്ച് ആസനങ്ങൾ, അതായത് മലർന്ന് കിടന്നുകൊണ്ട് കുറച്ച് ആസനങ്ങൾ, പിന്നെ കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള കുറച്ച് ആസനങ്ങൾ. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ, ഒന്ന് നിലത്തിരിക്കാം. നിലത്തിരുന്നിട്ട് അസുഖമുള്ളവരായാലും ഇല്ലാത്തവരായാലും നിലത്ത് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു,
ഇരുന്നിട്ട് കിടക്കുമ്പോൾ നേരെ പുറകോട്ട് ഇങ്ങനെ കിടന്ന് കളയരുത്. ഇങ്ങനെ ഒരു കൈ തറയിൽ കുത്തുക, മറ്റേ കൈ തറയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. അത് പതുക്കെ ഇങ്ങനെ മലർന്ന് കിടക്കുക. കാലുകൾ മടക്കി തന്നെ വയ്ക്കണം. മടക്കി വെച്ചിട്ട് മലർന്ന് കിടക്കുക. എന്നിട്ട് പതുക്കെ ഓരോ കാലുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീട്ടി സുഖകരമായ രീതി കിടക്കണം ആദ്യം. ഇതാണ് ആദ്യം വേണ്ടത്. കംഫർട്ടബിളായിട്ടൊന്ന് കിടക്കുക. ഒരു മെഡിറ്റേഷൻ പോലെ ശരീരം മുഴുവനായി ക്ഷമയോടെ ചെയ്യണം. കാരണം 10-30 വർഷമായിട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നൊരു അസുഖമാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറും എന്നുള്ള വിചാരം വേണ്ട. അതിപ്പോൾ അലോപ്പതി മരുന്ന് കഴിച്ചാലും ശരി അല്ലേ, കുറേ സമയമെടുക്കും. അപ്പോൾ അതുപോലെ ആ മരുന്നിനോടൊപ്പം നമ്മൾ ഈ ആസനങ്ങൾ കൂടി ചെയ്യുക. ക്ഷമയോടെ നമ്മുടെ പല്ല് തേപ്പ് കുളി പോലെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ദിവസവും ചെയ്യണം, മുടങ്ങാതെ. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചെയ്താലേ ഇതിനൊരു ആശ്വാസം കിട്ടൂ. അത് ക്ഷമയോടെ കേൾക്കാനും ചെയ്യാനും ഉള്ളൊരു ആ ഒരു ഉത്സാഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ആദ്യം ഇങ്ങനെ മലർന്ന് കിടക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ചെറുതായി ഉയർന്നു വരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വയറിൻ്റെ ചലനത്തിൽ തന്നെ ശ്രദ്ധിക്കുക. കൃത്രിമമായിട്ടൊന്നും വേണ്ട, വെറുതെ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ ഇതുപോലുള്ളതെല്ലാം എല്ലാ അസുഖങ്ങളും, അതായത് തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം മനസ്സിൻ്റെ ആവശ്യമില്ലാത്ത ടെൻഷനും ആങ്സൈറ്റിയാണ്. ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ബോറ് തോന്നുന്നുണ്ടാവും അല്ലേ, ഇത് കാര്യത്തിലേക്ക് വരാത്ത എന്താണെന്നുള്ളത്. കാര്യം മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ, അതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി നമ്മളിങ്ങനെ കിടന്നിട്ട് സുഖമായിട്ട് കിടന്നിട്ട് വെറുതെ ഇങ്ങനെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് അങ്ങനെ കിടക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പതുക്കെ കാലുകൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചു. കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. കൈവിരലുകൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. നേരെ പുറകോട്ട് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഫുൾ ബോഡി സ്ട്രെച്ച്. ഈ സ്ട്രെച്ചിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്, അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കൈകൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരിക. മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ കാൽപാദങ്ങൾ തറയിൽ അമർത്തി വയ്ക്കാം. ഓക്കെ, കൈകൾ രണ്ടും ബട്ടക്സിനിടയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇത് കണ്ടോ, കൈകൾ രണ്ടും ഇങ്ങനെ ബട്ടക്സിനിടയിലേക്ക് വെച്ചു. വീണ്ടും കാലുകൾ നീട്ടി വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ കാലായിട്ട് ഇങ്ങനെ ഉയർത്തുകയാണ്. പറ്റുന്നത്ര ഉയർത്തുക. ഇപ്പോൾ 90 ഡിഗ്രി ഇങ്ങനെ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളെങ്കിൽ അത്രേ ഉയർത്തുക. ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഉയർത്താൻ പറ്റും. പ്രായമുള്ളവരാണെങ്കിൽ പറ്റുന്നത്ര ഉയർത്തുക. ഓൾട്ടർനേറ്റീവ് ലെഗ് റൈസ് ചെയ്യാം. 20 ചെയ്യാം. കമോൺ, 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 താഴ്ത്തി വയ്ക്കുക. ഓക്കെ, കൈകൾ അവിടെ തന്നെ ഇരുന്നോട്ടെ, കാലുകൾ അങ്ങനെ തന്നെ വയ്ക്കുക. അടുത്തത് നമ്മൾ ചെയ്യുന്നത് 2 കാലുകളെയും ഉയർത്തുക എന്നുള്ളതാണ്. 2 കാല് ഉയർത്തുമ്പോൾ ഒരിക്കലും 90 ഡിഗ്രി വരെ പോകണ്ട, ഇത്ര ഉയർത്തിയാൽ മതി. ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക, ആ വയറിന് ബലം കൊടുത്തുകൊണ്ട്. മനസ്സിലായില്ലേ? ചെയ്യാം. കടുത്ത നടുവേദനയുള്ളവരാണെങ്കിൽ ഇത് ചെയ്യണ്ട, ഇത് ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമായ നടുവേദന, കുനിയാൻ പോലും പറ്റാത്ത നടുവേദന ആണെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കാല് മാത്രമായിട്ട് ഉയർത്താം, ഇങ്ങനെ താഴ്ത്താം. അല്ലാതുള്ളവർക്ക് 2 കാല് ഉയർത്താം. ഓക്കെ, 10 എണ്ണം ചെയ്താൽ മതി. റെഡിയല്ലേ? കമോൺ, യെസ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പതുക്കെ താഴ്ത്തി വയ്ക്കുക. ഓക്കെ, കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ വയ്ക്കുക. കൈകൾ ബട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ ഇപ്പം ചെയ്തതിൻ്റെ കൗണ്ടർ ആസനം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആസനം നമുക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഗതി. കൈകൾ തറയിൽ ഊന്നുക, കാൽപാദങ്ങൾ തറയിൽ ഊന്നുക, തോളുകൾ, തല ഇതെല്ലാം തറയിൽ. പിന്നെയോ അരക്കെട്ട് മാത്രമാണ് നമ്മൾ പൊക്കുന്നത്. ഓക്കെ, ഇതാ ഇങ്ങനെ
വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കുക, എന്നിട്ട് പതുക്കെ താഴ്ത്തി വയ്ക്കുക. ഇങ്ങനെ ഒരു 5 എണ്ണം ചെയ്യാം. റെഡി? കമോൺ. 1 2 3 4 and 5. അവിടെ ഒരു 5 സെക്കൻഡ് അങ്ങനെ നിൽക്കുക. 5 4 3 2 1. ഓക്കെ, പതിയെ താഴേക്ക് പോയി. കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ആക്റ്റീവ് ആകുന്നത്. അതായത് തൈറോയ്ഡ് ഗ്രന്ഥി, നമ്മുടെ ദഹനം അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അത്തരം ഒരുപാട് ഗ്രന്ഥികളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ട് ആ ഹോർമോണിനെ ഒന്ന് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി ഇങ്ങനെ കിടന്നിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ നീട്ടി വയ്ക്കുക, ഒരു കാല് മടക്കിയെടുക്കുക. ഇതാണ് ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം. ഈ കാലിങ്ങനെ മടക്കിയെടുത്തിട്ട് 2 കൈകൾ കൊണ്ടും ആ കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ തുടയെ വയറിനോട് മാക്സിമം ചേർക്കുക. കുടവയറുള്ളവർക്കാണെങ്കിൽ കാലത്ര അടുത്ത് വരാൻ പ്രയാസമായിരിക്കും. പക്ഷേ കഴിയാവുന്ന എത്ര അടുപ്പിച്ചാൽ മതി, ഒരുപാട് ബലം കൊടുക്കേണ്ട, ആകുന്നവർക്ക് ഇത്രയും ചെയ്യാം. ഓക്കെ, അതിനെ താഴേക്ക് വിടുക. അതുപോലെ തന്നെ മറ്റേ കാലും ഇതിങ്ങനെ മടക്കിയെടുക്കുക. ആ തുടയെ വയറിനോട് മാക്സിമം ചേർത്ത് അടുപ്പിക്കുക, ഇങ്ങനെ മാക്സിമം ചേർപ്പിക്കുക. ഓക്കെ, അത് താഴ്ത്തി വയ്ക്കുക. ഇത് തന്നെ നമുക്കൊരു 10 തവണ ചെയ്യാം. റെഡിയല്ലേ? കമോൺ. ദാ വലത് കാൽ മടക്കി. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തു. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമമാണ് പവനമുക്താസനം എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ്, ഈ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പാൻക്രിയാസിനെ നല്ല മസാജിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മൾ, ഒന്ന് എനർജൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കാലും ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് 2 കാലുകൾ ഒരുപോലെ ഇങ്ങനെ എടുക്കുക, 2 കൈകൾ കൊണ്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, വയറിനോട് മാക്സിമം ഇങ്ങനെ ചേർക്കുക, വിടുക. ഇങ്ങനെ തല പൊക്കരുത്, തല പൊക്കാതെ ചെയ്യുക. ഇങ്ങനെ 1, കണ്ടോ? ചെയ്യാം, 10 എണ്ണം ചെയ്യാം. കമോൺ. 1 ഈസി ആയിട്ട്, 2 3 4 5 6 7 8 9 and 10. ഓക്കെ, പതുക്കെ താഴ്ത്തി വയ്ക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ കാലായിട്ട് മടക്കിയെടുക്കുക, എന്നിട്ട് തല പതുക്കെ പൊക്കി കൊടുക്കണം. എങ്ങനെയാ? ഇങ്ങനെ ഈ കാലിങ്ങനെ മടക്കിയെടുക്കുക, വയറിനോട് ചേർക്കുക, ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ താടി അല്ലെങ്കിൽ മൂക്ക്, അതുമല്ലെങ്കിൽ നെറ്റി, ഏതാണോ അടുത്ത് വരുന്നത് അത് ചെയ്യുക. ഇങ്ങനെ അതുപോലെ തന്നെ മറ്റേ കാലിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 5 10 എണ്ണം ചെയ്യുക, മാറി മാറി ചെയ്യുക. കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു 5 10 സെക്കൻഡ് നേരം റെസ്റ്റ് കൊടുക്കുക, ചെറുതായിട്ട് അനങ്ങാതെ കിടന്നാൽ മതി. അപ്പോൾ റെസ്റ്റായി. ഓക്കെ, കംഫർട്ടബിളായിട്ട് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനം. അടുത്തത് 2 കാലും ഒരുമിച്ച് ഇങ്ങനെ മടക്കിയെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വയറിനോട് ചേർക്കുക, 2 തുടകളെയും വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടുകൾക്കിടയിലേക്ക് വരിക, അല്ലെങ്കിൽ മൂക്ക്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ വരിക. ചെയ്യാം, 5 എണ്ണം ചെയ്താൽ മതി. റെഡി? കമോൺ.
ശ്വാസം വിട്ടുകൊണ്ടാണ്. 2, ശ്വാസം എടുക്കുക, വിടുക. 3, 4, 5. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, ഈസി ആയിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ കാലുകൾ നീട്ടി വയ്ക്കുക, ഒന്ന് റെസ്റ്റ് കൊടുക്കുക, ഈസി ആയിട്ട് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ അനങ്ങാതെ കിടന്നാൽ മതി, അപ്പോൾ റെസ്റ്റായി. വേറെ ഒന്നും ആലോചിക്കണ്ട, ചുമ്മാ കിടക്കുക. സമയമെടുത്ത് തന്നെ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തിരക്ക് കൂട്ടി ഓടിപ്പിടിപ്പെടുത്ത് സമയമില്ല എന്ന് പറയുന്നവർക്കുള്ളതല്ല യോഗ പരിശീലനം. സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, സോറി, അങ്ങനെ പറയുന്നത് വിചാരിക്കരുത്, ഒന്നും വിചാരിക്കരുത്. പക്ഷെ സമയമെടുത്ത് തന്നെ നമ്മൾ ക്ഷമയോടെ ചെയ്യണം, എന്നാലേ നമുക്ക് ആ ആവശ്യമില്ലാത്ത ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ മാറുള്ളൂ. അപ്പോൾ തന്നെ ഇത്തരം അസുഖങ്ങൾ മാറുകയും ചെയ്യുള്ളൂ. ആ ഹോർമോൺ ഇംബാലൻസിങ് മാറ്റണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ ചെയ്യണം. ഓക്കെ, അടുത്ത നമ്മൾ പതുക്കെ ഒന്ന് ഇങ്ങനെ തന്നെ അവിടെ തന്നെ കിടന്നിട്ട് ഒന്ന് കമഴ്ന്ന് കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ട് നേരെ കമഴ്ന്ന് കിടക്കുക, ഇങ്ങനെ കമഴ്ന്ന് കിടക്കുക. കണ്ടോ, ഈ കിടക്കുമ്പോൾ ഒരു കൈപ്പത്തി മറ്റേ കൈയിൻ്റെ മുകളിൽ വയ്ക്കുക, വലത് കൈയിൻ്റെ മുകളിൽ ഇടത് കൈപ്പത്തി വയ്ക്കുക. എന്നിട്ട് തല ചരിച്ച് കവളിങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ താടി വയ്ക്കുക. ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ കിടക്കുക. ഇതിന് പറയുന്നത് മകരാസനം എന്നാണ്, ശരീരത്തിൻ്റെ സുഖകരമായ അവസ്ഥ. സുഖാസനം എന്നും പറയും. ചുമ്മാ കിടന്നാൽ മതി, കിടന്നിട്ട് ഒരു ശ്വാസഗതിയിലൊന്ന് ശ്രദ്ധിക്കുക, ആ വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ, റിലാക്സ് ആൻഡ് റിലാക്സ്. ഓക്കെ, അടുത്തത് കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആദ്യത്തെ ആസനം എന്ന് പറയുന്നത് നമ്മുടെ ഭുജംഗാസനം എന്ന് പറയും, അല്ലെങ്കിൽ സർപ്പാസനം. ഓക്കെ, ചെയ്യേണ്ട ഇതാണ്. കൈകൾ രണ്ടും നെഞ്ചിനിരുവശവും ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഞാനതിങ്ങനെ സൈഡ് നേരെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ കിടന്നിട്ട് കൈകൾ രണ്ടും നെഞ്ചിനിരുവശവും, ഈ കറക്റ്റ് നമ്മുടെ നെഞ്ചിൻ്റെ ഇരുവശത്തുമായിട്ട് വയ്ക്കുക. ഓക്കെ, കൈകൾ ശരീരത്തോട് ചേർന്നിരിക്കണം, നെറ്റി തറയിൽ തൊട്ട് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയാന്ന് പറയണം. കണ്ടോ, ഈ കൈകൾ അകന്നു പോകരുത്, കൈകൾ ശരീരത്തോട് ചേർന്നിരിക്കണം. തല ഉയർത്തി മുകളിലേക്ക് നോക്കുക, മുഖം ഇങ്ങനെ ചുളിച്ച് പിടിക്കുന്ന കാര്യമില്ല, നല്ല കൂളായിട്ട് ഇടുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ചെയ്യാം, ഈ രീതിയിൽ തന്നെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ കിടന്നു, കൈകൾ രണ്ടും നെഞ്ചിനിരുവശവും വെച്ചു, ഒരു 10 തവണ ചെയ്യാം. റെഡിയല്ലേ? കമോൺ. ഇതൊക്കെയാണ് ഏറ്റവും നല്ല ആസനങ്ങളാണ്, ഇതെല്ലാം ചെയ്തു. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ 2, exhale down, inhale 3, exhale down, inhale 4, exhale down, inhale 5, exhale down, inhale 6, exhale down, inhale 7, exhale down, inhale 8, exhale down, inhale 9, exhale down, inhale 10, exhale down. ഓക്കെ, വീണ്ടും മകരാസനത്തിൽ ഇങ്ങനെ സുഖകരമായി കിടക്കുക. കണ്ടോ, ഈ കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, സ്വാഭാവികമാണ്. അത് ഒന്ന് കമഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ സുഖാസനത്തിൽ കിടന്നു കഴിയുമ്പോൾ അത് വളരെ നോർമലായി വരും. ഓക്കെ, അങ്ങനെ കിടക്കുക, ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. 10-15 സെക്കൻഡ് കൊടുക്കുക, കൂടുതൽ നേരം കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അതുകൊണ്ടാണ്. പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക. അടുത്ത ആസനം നമ്മൾ ചെയ്യാൻ പോകും, നോക്കിക്കൊള്ളണം. കൈകളിങ്ങനെ വെച്ചിട്ട് താടി തറയിൽ തൊട്ട് വയ്ക്കുക. ഈ നമ്മുടെ നാഭിഭാഗം, ആ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗം തറയിൽ നിന്ന് ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ പൊക്കുക. സാഷ്ടാംഗം, സൂര്യ നമസ്കാരം ചെയ്തവർക്ക് അറിയാൻ പറ്റും. സാഷ്ടാംഗം നമ്മൾ ചെയ്യില്ല, അതേപോലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ 2 കൈകളും നമ്മുടെ വയറിനടിയിലേക്ക് മാക്സിമം ഇങ്ങനെ തിരികെ വയ്ക്കുക. കണ്ട, കൈകൾ രണ്ടും എൻ്റെ ശരീരത്തിൻ്റെ അടിയിലാണിപ്പോൾ. എന്നിട്ട് ഓരോ കാലായിട്ട് പൊക്കണം. ശലഭാസനം എന്ന് പറയും. ഈ കാലിങ്ങനെ പൊക്കുക, അത് താഴ്ത്തി വയ്ക്കുക, മറ്റേ കാല് പൊക്കുക, അത് താഴ്ത്തി വയ്ക്കുക, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ 2 സൈഡും കൂടി 10 ചെയ്യാം. കമോൺ, റെഡിയല്ലേ? ശരി, ചെയ്തു.
1 2 3 4 സാവധാനം ചെയ്താൽ മതി 5 6 7 8 9 and 10. ഓക്കെ, മാറ്റരുത്. കൈകൾ അങ്ങനെ വെച്ചേക്കുക. രണ്ട് കാലും ഒരുമിച്ച് പൊക്കാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ആദ്യം ഒരു ശ്വാസം എടുക്കുക. ഇൻഹേൽ ആൻഡ് ബോത്ത് ലെഗ്സ് അപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കാല് ഉയർത്തുക. ഒരു 3 തവണ ചെയ്താൽ മതി. റെഡി അല്ലേ? കമോൺ. ഇതാ ഇൻഹേൽ അപ്പ്, ഇത്രയെങ്കിലും പൊക്കുക. താത്തുക. ഇൻഹേൽ 2, exhale down. Inhale 3, exhale down. ഓക്കെ, കൈകൾ പതുക്കെ റിലീസ് ചെയ്യുക. കൈകൾ തറയിൽ ഊന്നിക്കൊണ്ട് നേരെ മുകളിലേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. പൂച്ച നിൽക്കുന്ന പോലെ. കണ്ട, പൂച്ച നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ആ നടുവിൻ്റെ ഭാഗം ഒന്ന് പതുക്കെ കുഴിച്ചിട്ട് തല ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ ആ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് ചൊട്ടിച്ച് പിടിക്കണം. വയറിൻ്റെ ഭാഗത്തൊരു പ്രഷർ കൊടുത്തിട്ട് അങ്ങനെ നിർത്തണം. ഓക്കെ, മുതുക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. തല ഉയർത്തി മുകളിലേക്ക് നോക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. അതായത് മുതുക് ഇങ്ങനെ വളയ്ക്കുക, തല താഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരിക, വളഞ്ഞിങ്ങനെ നിൽക്കുക, വീണ്ടും മുതുക് വളയ്ക്കുക, താഴോട്ട് നോക്കുക. ഇതൊക്കെ ആ വയറിൻ്റെ ഭാഗത്തിന് നല്ല ചലനം കിട്ടാനും നേരത്തെ പറഞ്ഞ ആ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരവും ഉണ്ടാകും. വീണ്ടും വളഞ്ഞു വരിക. ഇനി ന്യൂട്രലായിട്ട് നിൽക്കുക. ഇങ്ങനെ സാധാരണ പോലെ സാധാരണ പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കുക. എന്നിട്ട് ഒരു കാല് പുറകോട്ട് ഇങ്ങനെ നീട്ടണം. കാണാമല്ലോ? ഈ കാലിങ്ങനെ പുറകോട്ട് നീട്ടുക. അപ്പോൾ ഇടത് കൈ നീട്ടുക. വലത് കാലാണ് പുറകോട്ട് നീട്ടിയെങ്കിൽ ഇടത് കൈ മുന്നോട്ട് നീട്ടുക. കണ്ട, നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായി നടക്കാൻ, മെറ്റബോളിസം നന്നായി നടക്കാൻ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ദഹനം നടന്നാൽ തന്നെ ഈ ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കോളും. അതിനാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. രണ്ട് സൈഡിൽ മാറി മാറി ചെയ്യാം. 5 എണ്ണം വീതം. കമോൺ. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ ഡയബറ്റീസിനുള്ള ഏറ്റവും പരമപ്രധാനമായ ആസനത്തിലേക്ക് വരുന്നത്. എന്താ ചെയ്യേണ്ടത് അറിയാമോ? ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മുടെ ബട്ടക്സ് ഉപ്പൂറ്റിലേക്ക് അമർത്തുക. അല്പം കുനിഞ്ഞിരുന്നു. എന്നിട്ട് പതിയെ ഇങ്ങനെ നിവർന്ന് വരണം. കണ്ടോ? ആ കൈകളുടെ സഹായത്തോടുകൂടി ഇങ്ങനെ നിവർന്ന് വന്നിട്ട് നമ്മുടെ ഹീലിൽ ഇരിക്കാൻ പറ്റുമോ നോക്കുക, ഉപ്പൂറ്റിലിരിക്കാൻ പറ്റുമോ നോക്കാം. ഇത് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കാലിൻ്റെ സർജറി എന്തെങ്കിലും ചെയ്തവരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കരുത്. കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ടെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അല്ലാതുള്ളവർക്ക് ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക. ഇത് വജ്രാസനം എന്ന് പറയും. ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. കാരണം നമ്മുടെ ദഹനശക്തി നന്നായിട്ട് നടക്കാൻ, നമ്മുടെ ദഹനരസം നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ആസനമാണ്. ഇത് ശീലിക്കണം. അത് വജ്രാസനം. കട്ടിലിലോ നല്ല കുഷ്യൻ ബെഡിലോ ഒക്കെ ഇരുന്ന് ശീലിക്കാം. അങ്ങനെ ഇരിക്കാം. ഓക്കെ, അങ്ങനെ ഇരുന്നിട്ട് ഇനിയാണ് നമ്മുടെ അടുത്ത ശശാങ്കാസനം അല്ലെങ്കിൽ ബാലാസനം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കാണിച്ചിട്ട് അപ്പോൾ മനസ്സിലാവും. ഈ അടുത്തിരിക്കുന്ന കാൽമുട്ടുകളെ അല്പം ഇങ്ങനെ അകത്തി കൊടുക്കുക. കണ്ടോ? കുറച്ച് വൈഡായി ഇത്ര അകത്തി കൊടുക്കുക. എന്നിട്ട് കൈകൾ തറയിലേക്ക് കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് പതുക്കെ കൈകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ബട്ടക്സ് പൊങ്ങിപ്പോരരുത്. ബട്ടക്സ് അവിടെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് നെറ്റി മുന്നോട്ടാക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. കണ്ട? നെറ്റി തറയിൽ തൊട്ട് അങ്ങനെ ഇരിക്കുക. ശ്വാസം എടുക്കുക. വിടുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പതിയെ ആ കൈകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. തല നിവർത്തി നേരെ വരിക. ഓക്കെ, അതൊന്ന്
ശശാങ്കാസനം. അടുത്തതൊന്ന് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ടാണ്. ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ വേറെ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ടൊരു 6.5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. അത് ചെയ്യുന്നവർ അത് തന്നെ ചെയ്താൽ മതി, മാറ്റണമെന്നില്ല. ഇനി പുതുതായിട്ട് നിങ്ങൾക്കൊരു അത് ചെയ്ത് ബോറായെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക. ദാ ഇങ്ങനെ ഈ തള്ളവിരലുള്ളിലേക്ക് ആക്കിയിട്ട് 4 വിരലുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുക. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കണം. ഈ കൈയിൻ്റെ നക്കിൾസ് അടുപ്പിച്ച് പിടിക്കുക. അത് നേരെ പൊക്കിളിൻ്റെ ഇരുവശത്തുമായിട്ട് വയ്ക്കുക. മനസ്സിലാണ്ടല്ലോ? പൊക്കിളിൻ്റെ ഇരുവശത്തുമായിട്ട് വെച്ചിട്ട് നേരെ കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് മുന്നോട്ട് കുനിയാൻ പറ്റുമോ നോക്കുക. ഈ കൈകൾ അകന്നു പോകരുത്. കൈമുട്ടുകൾ ഇങ്ങനെ അകലാം. കൈയിൻ്റെ ഇവിടം നമ്മളിങ്ങനെ മുന്നോട്ട് കുനിയുമ്പോൾ ഇതിങ്ങനെ അകന്നു പോകരുത്. കൈ അവിടെ പ്രസ് ചെയ്ത് പിടിക്കണം, പൊക്കിളിൻ്റെ ഇരുവശത്തുമായിട്ട്. എന്നിട്ട് മുന്നോട്ട് കുനിയുക, ആകുന്നത്ര മുന്നോട്ട് കുനിയുക, പറ്റുന്നത്ര. ഇത്രയും പറ്റുമെങ്കിൽ ഇത്രയും പോവുക, അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് ശ്വാസം പിടിച്ചു വയ്ക്കരുത്, ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യുക. അതാ 1, ഞാൻ എണ്ണുന്നത് ശ്വാസം എടുക്കാനും വിടാനും വേണ്ടിയാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, പതിയെ നിവർന്നു വരിക. ആദ്യത്തെ തവണ നമ്മൾ 10 സെക്കൻഡാണ് ഇരുന്നതെങ്കിൽ അടുത്ത തവണ ചെയ്യുമ്പോൾ 20 സെക്കൻഡ് ആക്കുക, 30 സെക്കൻഡ് ആക്കുക, 1 മിനിറ്റ് ആക്കുക, 2 മിനിറ്റ് ആക്കുക, 3 മിനിറ്റ് വരെയെങ്കിലും ഇരുന്നാൽ നിങ്ങൾക്ക് ഡയബറ്റീസിന് നല്ല വ്യത്യാസം ഉണ്ടാകും. ഇത് ഞാൻ എന്തിനാ അവസാനം കാണിച്ചതെന്ന് വെച്ചാൽ ശരീരം ഒന്ന് വഴങ്ങി വരാൻ വേണ്ടിയായിരുന്നു, അല്ലേ? അപ്പോൾ ശരീരം നന്നായിട്ട് വഴങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഏറ്റവും അവസാനം ചെയ്യാവൂ. അപ്പോൾ വജ്രാസനത്തിലിരുന്ന് ശീലിക്കുക. ഈ മുദ്ര വെച്ചിട്ടുള്ള ഈ മുന്നോട്ടുള്ള കുനിഞ്ഞുള്ള ഇരിപ്പ് ശീലിച്ചു കൊണ്ടുവരാം. ഓരോ ദിവസവും സമയം കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം പതുക്കെ ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് ആ വജ്രാസനത്തിൽ നിന്ന് റിലീസായിട്ട് നമ്മുടെ സാധാരണ നമ്മളിരിക്കുന്ന രീതിയിൽ, സാധാരണ സുഖാസനത്തിലിരിക്കത്തില്ലേ, ഇങ്ങനെ, ഇതിന് സുഖാസനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു ആസനമാണ്. ഇതിലിരുന്നിട്ട് വേണം നമ്മുടെ മെഡിറ്റേഷൻ ശീലിക്കാനായിട്ട്. അതായത് മനസ്സിനെ ശാന്തമാക്കുന്ന, നിസ്സാരമാക്കി തള്ളിക്കളയരുത്, വീഡിയോ ഓഫ് ചെയ്ത് പോകരുത്, പൂർണ്ണമായും കാണുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈകൾ ചിൻമുദ്രയിൽ വയ്ക്കുക. അതായത് ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ തൊട്ട് പിടിച്ചിട്ട് മടിയിൽ വയ്ക്കുക, ഈസി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കൈകൾ പുറകിൽ കൊടുത്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക. കണ്ടോ, ഈസി ആയിട്ടിരിക്കുക. എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കുക. കാല് ക്രോസ് ചെയ്ത് വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഇരിക്കാം, വെറുതെ ഇങ്ങനെ ഇരിക്കാം. അത് തന്നെ സിദ്ധാസനത്തിലിരിക്കാം, ഇങ്ങനെ ഒരു കാലിൻ്റെ മുകളിൽ മറ്റേ കാല് വെച്ചിട്ട് അങ്ങനെ ഇരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുക, കംഫർട്ടബിളായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കൈകൾ ചിന്മുദ്രയിൽ വെച്ചു, നട്ടെല്ലാം നിവർത്തിയിരുന്നു, മുഖവും നെറ്റിയും പുരുവങ്ങളും അയച്ചിട്ടിട്ട് ശ്വാസഗതിയിലൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒരു ലഘു മെഡിറ്റേഷനാണ്, ഒരു ചെറിയ ഷോർട്ട് മെഡിറ്റേഷൻ. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. വയറിൻ്റെ ചലനം, ശ്വാസം എടുക്കുമ്പോൾ ഉയരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴുന്ന വയറ്. അഗെയിൻ അതിൽ തന്നെ ശ്രദ്ധിക്കുക. മനസ്സ് ശാന്തമായി വരികയാണ്. മനസ്സ് ശാന്തമാകുകയാണ്. മനസ്സിനെ ശാന്തമാക്കിയാൽ മാത്രമേ ഇത്തരം അസുഖങ്ങൾ മാറൂ. ഞാൻ എഴുതി വെച്ച് തരാം. അല്ലാതെ നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഒരു 5 മിനിറ്റെങ്കിലും എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കുക എന്നുള്ളത്. സർവ്വ മൊബൈലുകളും ഒക്കെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി. ആ മൊബൈലിലേക്ക് പോലും നോക്കണമെന്നില്ല. ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. ഇനി മൂക്കിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു തണുപ്പ് കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. തണുപ്പ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ശ്വാസം എടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയ തണുപ്പ്, ശ്വാസം വിടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂട്. എന്തിനാണ് ഇത്തരം നമ്മൾ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ സൂക്ഷ്മ ചലനങ്ങളാണ്, അല്ലെങ്കിൽ വളരെ നേർത്ത ചലനങ്ങളാണ്, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ശാന്തമാകും. അങ്ങനെ മനസ്സ് ശാന്തമാകുന്നതിനുള്ള ഗുണം എന്താ? നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും അല്പനേരം മാറി നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ മാറി നിൽക്കുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തും, അല്ലാതെ ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്.
ആ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും, മനസ്സ് ശാന്തമായാൽ മാത്രമേ. കാരണം ശാന്തമായ മനസ്സിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. അതെപ്പോഴും അണ്ടർലൈൻ ചെയ്ത് ഓർക്കുക. അപ്പോൾ അതിന് ഇങ്ങനെ സൂക്ഷ്മ ചലനങ്ങളിലേക്ക് ശ്രദ്ധിച്ചു. അതിനാണ് നമ്മൾ ആദ്യം വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിച്ചു, പിന്നെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു, ഇനി തലയുടെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. തലച്ചോറ് ഒന്ന് കാണുക. തലച്ചോറിൻ്റെ ഇടതുഭാഗം, വലതുഭാഗം, ഉൾഭാഗം, ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ ആൻഡ് മിഡ് ബ്രെയിൻ. അങ്ങനെ ഇരുന്നിട്ട് കൈകളൊന്ന് തൊഴുത് പിടിക്കുക. ഇതൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള. എന്താ പ്രാർത്ഥന നമുക്ക് വേണ്ടത്? എൻ്റെ മനസ്സ് ശാന്തമാണ്, ശക്തമാണ്. നമ്മൾ തന്നെ ഉറപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോട് നമ്മൾ പറയുകയാണ്, എൻ്റെ മനസ്സ് ശാന്തമാണ്, ശക്തമാണ്. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്തെനിക്കുണ്ട്. ഏത് പ്രതിസന്ധിയെയും, എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള കരുത്തെനിക്കുണ്ട്. ഈ രണ്ട് കരുത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തിൽ നിന്നും വിജയം നേടാം. അല്ലാതെ നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് എന്താ കാര്യം, അല്ലേ? ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം. അതിനാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ. അപ്പോൾ ഈ ചിന്തകൾ മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കുക. അതായത് ഏത് പ്രശ്നത്തിനും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. വെറുതെ പറഞ്ഞാൽ പോരാ, അത് പ്രതിസന്ധി വരുമ്പോൾ പ്രായോഗികമാക്കണം, അറിവ് വിജ്ഞാനമാക്കണം. ഓക്കെ, അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന, നിങ്ങളുടെ മത ആചാരങ്ങൾക്കനുസരിച്ചുള്ള ഇഷ്ടമുള്ള പ്രാർത്ഥന ചൊല്ലുക. നമ്മളിവിടെ സാധാരണ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഞാനൊന്ന് ചൊല്ലാം. അത് സർവ്വമത പ്രാർത്ഥനയാണ്, ഒരു മതത്തിനും സ്വന്തമായിട്ടുള്ളതല്ല. അത്രേ ഉള്ളൂ സംഗതി. ഞാനത് ചൊല്ലിത്തരാം. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ കൈകളൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കണ്ണിലേക്ക് വയ്ക്കുക. മുഖം ഒന്ന് പതുക്കെ ഒഴിഞ്ഞെടുക്കുക. എന്നിട്ട് പതുക്കെ ചൂടാക്കിയിട്ട് കൈ താഴ്ത്തി വെച്ചിട്ട് നല്ല സന്തോഷത്തോടെ, നല്ല ഉത്സാഹത്തോടെ, നല്ല ഉന്മേഷത്തോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ അങ്ങനെ ഒരു ചിരിയോടുകൂടി തുറന്നു വരിക. എല്ലാത്തിനും നന്ദി പറയുക, പ്രകൃതിക്ക് മുഴുവൻ നന്ദി പറയുക, അല്ലേ? എന്തൊരു അനുഗ്രഹീതമാരാണ് നമ്മളൊക്കെ എന്ന് ആലോചിച്ച് നോക്കണം, അല്ലേ? ഈ അടുത്ത കാലത്ത് കുറച്ച് പഴയൊരു സിനിമാ ഗാനമാണ് ഞാൻ കേട്ടതാണ്. എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടുണ്ട്. സുഹൃതം എന്നുള്ള സിനിമയിലാണ്, മമ്മൂട്ടി അഭിനയിച്ചാണ്. ഒരു രോഗാവസ്ഥയിൽ നിന്നും മരണത്തിലേക്ക് പോയ ആൾ തിരിച്ചു വന്നിട്ട് ആ ജീവിതത്തെ ആസ്വദിക്കുന്നതായിട്ടാണ് ആ ഒരു ചിത്രീകരണം. വളരെ ഗംഭീരമാണ് ആ പാട്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അത് പോരു എന്ന് തുടങ്ങുന്നൊരു പാട്ട്, വളരെ നല്ലൊരു ഒരു സിനിമാ ഗാനമാണത്. ഒരു ONV സാറിൻ്റെ കവിതയാണ് ആക്ച്വലി. അതിൻ്റെ പല്ലവി അനുപല്ലവിയൊക്കെ വളരെ വളരെ സുന്ദരമാണ്. അത് കേട്ട് നോക്കണം. അപ്പോൾ അത്തരം പാട്ടുകൾ കേൾക്കുക, കുട്ടികളുമായിട്ട് നല്ല ആസ്വദിക്കുക, വീട്ടുകാരുമായി സന്തോഷിക്കുക, നല്ല നല്ല യാത്രകൾ പോവുക, അമ്പലങ്ങളാണെങ്കിൽ അമ്പലങ്ങൾ, പള്ളികളാണെങ്കിൽ പള്ളികളിലൊക്കെ പോവുക, എല്ലാ പൊതുരംഗത്തും പൊതു കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആകുക. അങ്ങനെ നല്ലൊരു പൗരനായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട്, അത് ആണായാലും പെണ്ണായാലും നല്ല സുഖത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ദിവസവും ഈ യോഗ ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.